നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ ചിലപ്പം നമ്മൾ മിസ്സായി പോകും, കാണാതിരിക്കും. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മൾ ഒരുപാട് തവണ പോയിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ പോകുന്നത്. പക്ഷേ പോയപ്പോൾ ഒരിക്കലും വീഡിയോസ് എടുക്കാത്തതുകൊണ്ട് നൈസായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ ഓഫ് റോഡും പരിപാടിയൊക്കെ ആയിട്ട് മഞ്ഞപ്പാറയിലേക്ക് ഇങ്ങനെ കയറി കയറി പോവാം. നല്ല രസമായിട്ട് വൈബടിച്ച് ഇങ്ങനെ പോകാൻ പറ്റുന്ന സ്ഥലമാണ്. സേഫ്റ്റി നോക്കിയിട്ട് വേണമല്ലോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് വൈഫിനെ ഇറക്കി അവളുടെ അടുത്തൊരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞ് മെല്ലെ നൈസായിട്ട് ഒരു ഓഫ് റോഡൊക്കെ പിടിച്ച് കാലൊക്കെ കുത്തി അങ്ങനെ മഞ്ഞപ്പാറയിലേക്ക് കയറി കയറിപ്പോയി. ഒരുപാട് തവണ നമ്മൾ പോയിട്ടുള്ളതാണെങ്കിലും നമ്മൾ എപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും മനോഹരമായ കാഴ്ചകൾ കിട്ടുന്ന ഒരു നല്ല അടിപൊളി സ്ഥലമാണ്. ശരിക്കും മുമ്പോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് അടിപൊളി ആകാശവും നല്ല അപ്പുറത്തും ഇപ്പുറത്തും ഫുള്ള് പുല്ലും പരിപാടിയൊക്കെ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ടാവും. അതൊക്കെ വീഡിയോയിൽ കാണാൻ എടുക്കുന്നതിനെക്കാട്ടും ഒരുപാട് രസമായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മെല്ലെ വണ്ടിയൊക്കെ താഴെ നിർത്തിയിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റെപ്പും പരിപാടികളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ മറ്റേ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെയൊക്കെ കയറിപ്പോകുന്ന പരിപാടി. നല്ല വൈബടിച്ച് ഞങ്ങൾ മേലോട്ട് കയറിപ്പോയി. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് വീടുകളും കാഴ്ചകളും പാറക്കെട്ടും പരിപാടികളും ഒക്കെ കാണാം. നല്ല രസമുള്ള അടിപൊളിയായിട്ടുള്ള അനുഭവമാണ് എപ്പോൾ പോയാലും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു തവണയല്ല ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും പിന്നെയും നമ്മൾ രാവിലെയൊക്കെ എണീറ്റ് പുലർച്ചെയൊക്കെ എണീറ്റ് പോകുന്നൊരു സ്ഥലമാണിത്. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 8-9 കിലോമീറ്റർ മാത്രം യാത്രയുള്ള സ്ഥലമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറമുള്ള അമ്പൂത്തിമലയുടെ കുറേ കാഴ്ചകൾ കാണാം. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാരാപ്പുഴയുടെ കാഴ്ചകൾ കാണാം. കുറച്ച് മേലോട്ട് കയറണം. അവിടെ കയറി കഴിഞ്ഞാൽ കണ്ടില്ലേ കാരാപ്പുഴയുടെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ദൂരെ നിന്ന് കാണാം. നല്ല രസമാണ് ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ. അതിൻ്റെ മുകളിൽ കയറിയിട്ടാണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം അങ്ങനെ ഒരു കാര്യമില്ലാതെ വെറുതെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് അപ്പുറത്തൊക്കെ വലിയൊരു കൊക്കയും പരിപാടിയൊക്കെ ഉണ്ട്, കാടുകളും കാര്യങ്ങളൊക്കെ കാണാം. ആ കാഴ്ചകളൊക്കെ കണ്ട് താഴെയുള്ള ഒരുപാട് വീടുകളും പരിപാടികളൊക്കെ കണ്ട് ടെൻറ്റൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാർ വന്ന് ടെൻറ്റ് അടിച്ചിട്ട് പ്രൈവറ്റായിട്ട് ഇവിടെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ലീഗലാണോ അല്ലയോ എന്ന് അറിയത്തില്ല. ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയും പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ തന്നെ സൂര്യൻ അസ്തമിക്കുകയും സൂര്യൻ ഉദിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ നിന്നിട്ട് ഇതുപോലെ കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കാറുണ്ട്. ആ സമയത്ത് ഒരുപാട് നല്ല കോടയുണ്ടാവും. കോടമഞ്ഞും കൂടെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് ശരിക്കും. നമ്മളവിടെ നിന്ന് ആ ഒരു തണുപ്പൊക്കെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ശുദ്ധമായ ആ ഒരു വായുവൊക്കെ ശ്വസിച്ച് നല്ല രസമായിട്ട് ഒരുപാട് സമയം നമ്മളവിടെ നിൽക്കാറുണ്ട്. നമ്മളിന്ന് അവിടെ വൈകുന്നേരം ഏകദേശം ഒരു 4-5 മണി സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് പിന്നെ മെല്ലെ നമ്മൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ മെല്ലെ താഴോട്ട് ഇറങ്ങി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ഒരുപാട് ആൾക്കാർ കയറി വരെ ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും അതിൻ്റെ മുകളിൽ കയറി നിന്ന് ഒരുപാട് നേരം വൈബടിച്ച് ഇങ്ങനെ ഇരുന്ന് ശരിക്കും നല്ല സന്തോഷിച്ച് നിൽക്കാവുന്നൊരു സ്ഥലം മഞ്ഞപ്പാറ അമ്പലവയലിൻ്റെ അടുത്താണ്.